നമസ്കാരം. വയനാടുമായി ബന്ധപ്പെട്ടു വന്ന ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്ത ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കാരണം മനേക ഗാന്ധിയുമായി ബന്ധപ്പെട്ടു വന്നൊരു വിഷയത്തിലാണ്. ഇവിടെ വയനാട്ടിലെ നരഭോജിയായിട്ടുള്ള കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടതിനെതിരെ ഒരു രൂക്ഷ വിമർശനം അന്ന് മനേക ഗാന്ധി ഉന്നയിച്ചു. അതിന് CPI അയച്ച കത്താണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. കാരണം ഈ നാടിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മനേക ഗാന്ധി വയനാട്ടിൽ വന്ന് താമസിക്കണമെന്നും ഇതിനായിട്ട് വേണമെങ്കിൽ 1 ഏക്കർ ഭൂമി സൗജന്യമായി തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPI അവരുടെ അയച്ച കത്തിൽ സൂചന നൽകിയിരിക്കുന്നത്. ആ കത്തിങ്ങനെയാണ്. ശ്രീമതി മേനകാ ഗാന്ധിക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ കത്തിൽ, ബഹുമാന്യയായ മാഡം, വയനാട്ടിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടതിനെതിരെ താങ്കൾ നൽകിയ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കത്തെഴുതാൻ തന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്ന് ആ സഖാവ് പറയുകയാണ്. താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വനം കയ്യേറ്റം നടന്നു എന്നത്, വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നും ഭക്ഷണ വസ്തുവായിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനാൽ കടുവകൾക്ക് ആഹാരമില്ലാത്തതിനാൽ അവ കാടുവിട്ട് പുറത്തിറങ്ങുന്നുവെന്നുമാണ് താങ്കൾ പറഞ്ഞിരുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ. അക്കാദമിക് വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് താങ്കൾ പറയുന്ന കാര്യങ്ങൾ പ്രഥമദൃഷ്ട്യാ ശരിയെന്ന് വേണമെങ്കിൽ തോന്നുമെങ്കിലും വയനാട്ടിലെ വസ്തുതകൾ താങ്കൾ പറഞ്ഞതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ശരാശരി 16% മാത്രം വനവിസ്തൃതി ഉള്ളപ്പോൾ വയനാട് ജില്ലയിൽ ആകെയുള്ള ഭൂമിയുടെ 38% വനമാണ് എന്നുള്ള സൂചന കൂടി പറയട്ടെ. അതായത് 2131 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട്ടിൽ 820 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയും വനമാണ് എന്നുള്ളതാണ്. ഇതിൽ തന്നെ 344 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അനേകം ബീറ്റ് ഫോറസ്റ്റുകളാണ് എന്നുകൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതടക്കമുള്ള വെസ്റ്റേർഡ് ഫോറസ്റ്റാണ്. 1970 വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരം ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് പതിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അന്ന് പിടിച്ചെടുത്ത ഭൂമിയാണ് പിന്നീട് വെസ്റ്റേർഡ് ഫോറസ്റ്റായി മാറിയിട്ടുള്ളത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ചരിത്രമാണ് പറയുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്ന് കൂടി സൂചന പറയട്ടെ. 1947 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് വയനാട്ടിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റിൻ്റെ വിസ്തൃതിയിൽ ഏതാണ്ട് 25% ഭൂമി ഇപ്പോൾ വനമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. വയനാട്ടിൽ ഫോറസ്റ്റിൻ്റെ വിസ്തൃതി കുറഞ്ഞുവെന്ന താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് അവാസ്തവമാണ് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം പാസ്സായതിനു ശേഷം വയനാട്ടിലെ കാടുകളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വയനാട്ടിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്, കർണാടക സംസ്ഥാനത്തിലെ ഫോറസ്റ്റുകളിൽ നിന്നും നല്ല കാലാവസ്ഥയും ഭക്ഷണവുമുള്ള വയനാടൻ കാടുകളിലേക്ക് വേനൽക്കാലത്ത് മിക്കവാറുമൊക്കെ വന്യമൃഗങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും ചെറിയ ഭൂവിസ്തൃതിയുള്ള വയനാടൻ കാടുകളിൽ 150 പരം കടുവകളും 500-ലധികം ആനകളും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ അറിയുന്ന താങ്കൾ ഇക്കാര്യത്തിൽ എക്സ്പേർട്ട് ആണല്ലോ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേവലം 320 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എങ്ങനെയാണ് 150 പരം കടുവകൾ ജീവിക്കുക എന്ന് പറയുക? എങ്ങനെയാണ് 500-ലധികം ആനകൾ ജീവിക്കുക എന്ന് പറയുക? വനം വകുപ്പിൻ്റെ വികലമായിട്ടുള്ള നയം കൊണ്ട് നിലവിലുണ്ടായിരുന്ന വനത്തിൽ 40% വെട്ടിത്തെളിച്ച് അവിടെ ആകെ തേക്ക്, യൂക്കാലി മരങ്ങളുടെയൊക്കെ ഏകവിളത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈ സ്ഥലത്ത് വന്യമൃഗങ്ങൾക്ക് ഒരു ഭക്ഷ്യവസ്തുവുമില്ല. തേക്ക് തോട്ടങ്ങളുടെ ചൂടുകൊണ്ട് മൃഗങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിൽക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ അവസ്ഥയിലാണ് മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ വയനാട്ടിലെ കൃഷിക്കാർ മൃഗങ്ങളെയും കാടിനെയും സ്നേഹിക്കുന്നവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളാണ് ഈ ഭൂപ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. 8 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഈ ചെറിയ ജില്ലയിൽ 1980 ശേഷം 163 ആളുകൾ കാട്ടാനയുടെ ആക്രമണത്താൽ മരിച്ചിട്ടുണ്ട്. 2015 ശേഷം 10 വർഷത്തിനുള്ളിൽ 8 ആളുകളെയാണ് കടുവ കടിച്ചു കീറി ഭക്ഷിച്ചത് എന്ന് മറന്നു പോകരുത്. കാട്ടുപന്നിയും കുരങ്ങും മയിലും മാനം നശിപ്പിക്കാത്ത 1 ഇഞ്ച് കൃഷിഭൂമി പോലും ഇന്ന് ഈ വയനാട്ടിൽ ഇല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാർഷിക മേഖലയായ ഈ പ്രദേശത്തെ ജനങ്ങൾ കൃഷി ഉപേക്ഷിച്ച് നാടുവിട്ടു പോകുന്ന ഒരു സാഹചര്യം. മാഡം, ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് കൃഷി ചെയ്യണ്ടേ? ഞങ്ങളെ കൊന്നു തിന്നുന്ന, ഞങ്ങളുടെ മക്കളെ ഭക്ഷണമാക്കുന്ന, ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളെ കൊല്ലുന്ന, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ എന്തു ചെയ്യണം? അതിന് താങ്കൾ ഉത്തരം പറഞ്ഞു തരും. വിദേശ രാജ്യങ്ങളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ
കള്ളിങ് നടത്തുന്ന സംവിധാനങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം. എന്തുകൊണ്ടത് ഇവിടെ നമുക്ക് നടത്തിക്കൂടാ? അതെന്തുകൊണ്ട് ഇവിടെ പ്രാവർത്തികമാക്കുന്നില്ല? ഇവിടുത്തെ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആനകളെയും കടുവകളെയും ഒക്കെ അവയൊക്കെ പിടിച്ച് ഇവകളൊന്നുമില്ലാത്ത ഏതെങ്കിലും വനത്തിലേക്ക് എന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂടാ? കാടും നാടും വേർതിരിക്കുന്ന വിധത്തിൽ, കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് കടക്കാത്ത വിധത്തിൽ ആവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന വിധത്തിൽ നിലവിലുള്ള തേക്ക്, യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളെ സ്വാഭാവിക വനങ്ങളാക്കാൻ നമുക്ക് കഴിയില്ലേ? ഇതിനെല്ലാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയട്ടെ മാഡം. നിങ്ങളെക്കാൾ അധികം മൃഗങ്ങളെയും വനങ്ങളെയും സ്നേഹിക്കുന്നവരാണ് വയനാട്ടുകാർ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാളാകുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് കൃഷിയെടുത്ത് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ മാഡം? എങ്കിൽ വരൂ ഈ വയനാട്ടിലേക്ക്. ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി തരാം. ഇവിടെ താമസിച്ച് കൃഷിയെടുത്ത് ജീവിക്കുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അത് തെളിയിക്കൂ. തുടക്കത്തിൽ 1 ഏക്കർ ഭൂമി നിങ്ങൾക്ക് ഞങ്ങൾ സൗജന്യമായി നൽകാം. പിന്നീട് എത്ര വേണമെങ്കിലും നൽകുകയും ചെയ്യാം. കൃഷിയെടുക്കാം. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാം. ഞങ്ങളിൽ ഒരാളാകുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം വരൂ. എങ്കിൽ വരൂ ഈ വയനാട്ടിലെ പുണ്യഭൂമിയിലോട്ട്. ബഹുമാനത്തോടു കൂടി തന്നെയാണ് EJ ബാബു എന്ന് പറയപ്പെടുന്ന CPI വയനാട് ജില്ലാ കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള EJ ബാബു ഇത്തരത്തിലുള്ള കത്ത് മനേകാ ഗാന്ധിക്ക് അയച്ചത്. വയനാട്ടിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊന്നപ്പോൾ മാനസാന്തരപ്പെടണം ജനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന മനേകാ ഗാന്ധി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യജീവന് പുല്ലുവിലയാണോ കൽപ്പിക്കേണ്ടത് എന്നാണ്. വയനാട്ടിലെ ജനങ്ങളുടെ വേദനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ പറയൂ. അല്ലാതെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴും ഈ നരഭോജികളായിട്ടുള്ള കടുവകളെ വെടിവെക്കുന്നതിലെ താങ്കളുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കൂ.